ഹലോ, നമസ്കാരം. ഇല വെച്ച കണ്ടില്ലേ നിങ്ങള്? അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഊണ് കഴിക്കാൻ കയറിയാന്ന്. ചൂട് പതക്കുന്ന ചോറാട്ട്. അയ്യോ, രണ്ട് കുഴി ഒഴിച്ച കറിക്ക്. പച്ചക്കറി മതിയായിരുന്നു, പിന്നെ രണ്ട് കുഴി അങ്ങനെ കുഴിക്കുന്ന പതിവായോണ്ട് കുഴിച്ചിട്ടേ. അപ്പം എന്നാ പിന്നെ മീൻകറിയും കൂടെ ആവട്ടെ. അപ്പൊ അവിടെ നിങ്ങൾ കണ്ട കഞ്ഞിവെള്ളം ഒഴിച്ച അതില്. കഞ്ഞിവെള്ളം വീട്ടിൽ നിന്നൊന്നും വെറുതെ കിട്ടിയാലും കുടിക്കലില്ല, പക്ഷേ ഹോട്ടലിൽ പോയപ്പോൾ കഞ്ഞിവെള്ളം കുടിച്ച് ഉച്ച സമയമായതുകൊണ്ട് കുറച്ച് വേർക്കുകയെല്ലാം ചെയ്ത്, അതുകൊണ്ട് കഞ്ഞിവെള്ളം കുടിച്ചപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ വിളമ്പി പരിപ്പും വെള്ളരിക്കയും കൂടെ ഇല്ലൊരു കറിയാണ്. അപ്പോൾ പരിപ്പും വെള്ളരിക്കയും തലശ്ശേരി ഭാഗമില്ലാക്ക അറിയാം. പരിപ്പും വെള്ളരിക്കും തേങ്ങ അരച്ചിട്ടില്ല കറി, നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. വീടുകളിലെല്ലാം ഉണ്ടാക്കും. അച്ചാറിട്ട് മീൻകറി ഇട്ട് തേങ്ങ അരച്ച മീൻകറി തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിലില്ല. തേങ്ങ അരച്ച മീൻകറി ഈ ഹോട്ടൽ തലശ്ശേരി തന്നെയാണ്. അപ്പം പിന്നെ അതന്നെ ആയിക്കോട്ടെ, നമ്മളെ വീട്ടിൽ കിട്ടുന്ന അതേ കറികൾ. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റിൻ്റെ വറവുണ്ട്. വറവെന്ന് പറഞ്ഞാൽ ഉപ്പേരി. അപ്പോൾ ഇതൊക്കെ കൂടെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ മീൻ പൊരിച്ച വന്ന്, അയില പൊരിച്ചുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇത് നമ്മളെ ടൂണക്ക് എന്താ നമ്മൾ മലയാളത്തിൽ പറയുക, അതന്നെ കേതൽ പൊരിച്ചത്. അപ്പോൾ കേതൽ പൊരിച്ചുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഊണ്, പരിപ്പ്, കേതൾ പൊരിച്ച മീൻകറി. അപ്പോൾ ഇതൊക്കെ കൂട്ടി നോക്കി നല്ല സൂപ്പർ ഊണായിരുന്നു. ഇതൊന്നും അധികം യൂട്യൂബിലൊന്നും വരാത്ത ഒരു ചെറിയൊരു ഹോട്ടല്, അതിൻ്റെ കൂടെ ഒരു തേങ്ങ ചമ്മന്തിയും തന്ന്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, നല്ല രുചിയുണ്ടായിരുന്നു. വീട്ടിൽ നിന്നൊന്നും ഞാൻ അങ്ങനെ തേങ്ങ ചമ്മന്തി തിന്നല്ല, പക്ഷേ ഹോട്ടലിൽ നിന്ന് കിട്ടിയപ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ ഇതെടുത്ത് പറയണം, ഇതെവിടെയാ സ്ഥലം എന്ന് വെച്ചാൽ തലശ്ശേരി എരഞ്ഞോളി പുതിയ പാലമുണ്ട്. എരഞ്ഞോളി പാലത്തിൻ്റെ അടുത്ത് ഹോട്ടൽ ദേവി, ചെറിയ ഹോട്ടലാണ്, ആരും കാണൂല. അന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ഊണ് കഴിക്കണമെങ്കിൽ.